നമസ്കാരം. ഏതാനും മാസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. രാഹുൽ മാങ്കൂട്ടം ആ, പെൺകുട്ടികളെ, വിവാഹിതരായ സ്ത്രീകളെ വല്ലാത്തവരൊക്കെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നിർബന്ധിതമായിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള എഫ്ഐആർ ഇട്ടിട്ടുള്ള കേസ്. അതിൽ മൂന്നാമത്തെ പെട്ടെന്നൊരു കേസ് പൊട്ടിമുളച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രിക്ക് രാത്രി തട്ടിക്കൊണ്ടുപോയി ജയിലിലിട്ട് 10-18 ദിവസം അവിടെ കിടക്കുകയും ചെയ്തു. ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കി. യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അവിടെ നിന്ന് സാധാരണ അംഗം പോലും അല്ലാത്ത വിധത്തിൽ എടുത്തു പുറത്തിട്ടു. ഇപ്പൊ ആരുമല്ല. ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നത് കൊണ്ട് ആ കാണുന്നവരൊക്കെ ലോഹ്യം പറഞ്ഞ് പിരിയുന്നു. ഇങ്ങനെ തന്നെ നമുക്ക് കണക്കൂട്ടിയാൽ മതി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പിന്നോട്ട് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ മറ്റ് ചിലർ അതിവേഗത്തിൽ കേരളത്തിൽ മുഴുവൻ ആൾക്കാരും അറിയുന്ന, കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറമെ കേരളത്തിലെ മലയാളികൾ മുഴുവൻ അറിയുന്ന വിധത്തിലേക്ക് എത്തിച്ചേർന്ന കുറച്ചു പേരുണ്ട്. അതിലൊരാളാണ് ഫെന്നി നൈനാൻ. ഫെന്നി നൈനാൻ ശ്രദ്ധ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആ കേസിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും മറ്റു കാര്യങ്ങളും തെളിവുകളായിട്ടുകൊണ്ട് പരാതിക്കാരെ ശക്തമായി എതിർത്തുകൊണ്ട് അവരുടെ പരാതി വ്യാജമാണെന്ന് പൊളിച്ചിടുന്ന തെളിവുകളൊക്കെ എടുത്തു പറയുന്നത് കൊണ്ടാണ്. പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ദിവസത്തിന് ശേഷം തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ച് അപമാനിച്ച് തുപ്പി ചവിട്ടി കുത്തി ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇര തന്നെ പീഡിപ്പിച്ച വ്യക്തിക്ക് വിഷക്കൈനിഷ്ഠമായി പണം സമ്മാനിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ അടക്കം എടുത്ത് പുറത്തിട്ടപ്പോ ഫെന്നി നൈനാൻ ഒരു വലിയ താരമായി മാറി. അതായത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഫെന്നി നൈനാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഒരു മുന്നോട്ട് പോക്കുണ്ടാവില്ല. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയും. ഒരുപക്ഷെ ഇടതുപക്ഷ ചേരിയിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി പറയാവുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ, പക്ഷെ അവിടെ നിന്ന സമയത്ത്, LDFന്റെ പക്ഷത്ത് നിന്ന സമയത്ത് ആരും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അധികം ആർക്കും അറിയില്ലായിരുന്നു. മലയാളികൾക്ക് പൊതുവെ അറിയില്ലായിരുന്നു എന്നതാണ് വസ്തുത. അതേസമയം ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും അവരെ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ ഫെന്നി നൈനാനും ഉള്ളതുപോലെ ഒരു ഫാൻ ബേസ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും ഉണ്ട് എന്നതാണ് വസ്തുത. അതായത് ഒരു രാഹുൽ മാങ്കൂട്ടം ഒന്ന് പിന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നപ്പോ രണ്ടുപേർ മറുഭാഗത്ത് വന്നു. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടെ 3 പേരെ ഒരുമിച്ച് നേരിടേണ്ട സാഹചര്യമാണ്. കോൺഗ്രസ്സുകാരായാലും ഇവരെല്ലാം പൊളിച്ചെടുക്കാണ്ട് വന്നിട്ടുള്ള LDFന്റെ നേതൃത്വമായാലും ആരായാലും CPM ആയാലും ആരായാലും കേസുകളിലെല്ലാം ജാമ്യവും മുൻകൂർ ജാമ്യവും ഒക്കെ ലഭിച്ച ശേഷം ഹാഷ്മിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളതൊക്കെ ചാനലിലൂടെ, മെയിൻ സ്ട്രീം ചാനലിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടിരുന്നു. അതിൽ അക്കമിട്ട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞ കൂട്ടത്തിൽ ഷഹനാസിനെയും കൂടി അദ്ദേഹം ഉൾപ്പെട്ട് പരാമർശിച്ചു പോയിരുന്നു. പക്ഷെ ഷഹനാസിനെ ഒരു തരത്തിലും അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അവർക്ക് വിഷമമുണ്ടാകുന്ന വിധത്തിൽ സംസാരിച്ചിരുന്നില്ല. ഈ ഷഹനാസ് എന്ന് പറയുന്നത് തന്റെ നല്ലൊരു വെൽവിഷറായിരുന്നു, നല്ല രീതിയിൽ തന്നെയാണ് താനുമായി സഹകരിച്ചിരുന്നത് എന്ന് മാത്രമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചത്. അത് പക്ഷേ ഷഹനാസ് പറഞ്ഞ രീതിയുമായി പൊരുത്തപ്പെട്ട് പോകാത്തത് കൊണ്ട് തന്നെ തൊട്ടു പിറ്റേന്ന് ഇതേ മാധ്യമപ്രവർത്തകരെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണ്, അവനെ പണ്ടേ മുതലേ എനിക്കറിയാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ വളരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ച് സംസാരിച്ചതിനെതിരെ ഒരു അപകീർത്തി പരാതി DGPക്ക് കൊടുത്തതായി മനസ്സിലാക്കുന്നു ഷഹനാസിനെതിരെ. കാരണം അത്രത്തോളം ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിക്കുന്നതായി നമുക്ക് ആ ചാനൽ കണ്ട, വാർത്ത കണ്ട, അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം കണ്ട ആൾക്കൊന്നും മനസ്സിലാവും. എന്നാൽ ഫെന്നി നൈനാൻ അധികം ചാനൽ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലും വന്ന് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മ അങ്ങനെയല്ല. ശ്രീനാദേവി കുഞ്ഞമ്മ അളന്നു മുറിച്ച വാക്കുകളിലൂടെ വളരെ സ്പഷ്ടമായി വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അത് കേൾക്കാനും എത്ര സമയം വേണമെങ്കിലും അവിടെ സംസാരം കേട്ടിരിക്കാനും ആളുണ്ടായത് കൊണ്ട് അവരെ ഇന്ന് ചാനൽ ചർച്ചകൾക്കും മറ്റുമെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടോ അല്ലാതെയോ പൊതുപ്രവർത്തക എന്ന ലെവലിലോ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അവർ അതിപ്രശസ്തിയിലേക്കാണ് മാറിയത് വളരെ പെട്ടെന്ന്. അവർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് MA എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
ഈ ആമുഖത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവും. ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ശ്രീനാഥ് ദേവിക്ക് അറിയത്തേയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ട് എന്നറിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. വെടിയാണ് പൊട്ടിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ശരിക്കും ഷഹനാസിനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരികൾക്കിടയിൽ വായിക്കണം എന്നുള്ള ധ്വനി തന്നെയാണ് ഇവിടെ ശ്രീനാഥ് ദേവി കുറിച്ചു വെക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നിവർക്കെതിരെ സാഹിത്യകാരൻ വി ആർ സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണയും കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായും അറിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷെ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദവും ഇവരുടെ കയ്യിൽ ഇല്ല എന്ന്. അതുകൊണ്ടാണ് അവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ വളരെ വ്യക്തമായി പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ വായിച്ചത്, ഈ നിയാസ് മലബാറി എന്ന വ്യക്തി അക്കമിട്ടുകൊണ്ട് ഇവർ രണ്ട് മേൽവിലാസത്തിൽ, അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വമാണ്, വ്യാജരേഖയാണോ ഒറിജിനൽ രേഖയാണോ, രണ്ട് വ്യക്തിത്വമായിട്ടാണ് അത് പോകുന്നത്, ഇതിൽ ഏതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഒരു വ്യാജ IAS പ്രൊഫൈൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് സ്വീകരണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറെ ആരോപണങ്ങൾ, അതിന്റെ കടലാസുകൾ, മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാകേണ്ടത് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചു, അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയാണ് പ്രഥമ ദൃഷ്ട്യാ കേസ് കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ളൊരു കേസ് കൊടുത്തിട്ടില്ല. പകരം മറ്റൊരാൾക്കെതിരെയാണ് കേസ് കൊടുത്തത്. ഈ പറഞ്ഞ നിയാസ് മലബാറിയെ തൊട്ടിട്ടേ ഇല്ല. അത് ഷഹനാസിനെ സംബന്ധിച്ചിടത്തോളം നിയാസ് ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഖണ്ഡിക്കാനുള്ള തെളിവുകളില്ല. അത് മാത്രമല്ല, നിയാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാസ്തവമായിരിക്കാം. അത് വാസ്തവമായത് കൊണ്ടാണ് നിയാസിനെ തൊടാതെ പരാതിയുമായി മിണ്ടാതെ നടക്കുന്നത് എന്ന് തന്നെയാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ പറഞ്ഞു വെക്കുന്നത്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടം ഇടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമളവിടുന്ന പടം ഇടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയ ശ്രീമതി MA ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. IAS നേടി എന്ന് വ്യാജമായി പറയുകയും അതിന്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് അവർ പറഞ്ഞ് നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ചു കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഞാൻ ഇന്ന് പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് UPSCയെയും സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണയന്മാർക്ക് മാത്രമേ സാധിക്കൂ. ഇത്രയും പറഞ്ഞു വെച്ച ശേഷം NB ഉപസംഹാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കുറുക്കിക്കൊള്ളുന്ന വിധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ഈ സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. അതിന്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളുകളിലേക്കും സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീക്കാൻ സാധിക്കുന്ന സത്യത്തിന്റെ വെളിച്ചം കൂട്ടിനുണ്ട്. അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സ്വന്തം. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ഷഹനാസ് യാതൊരു വിധത്തിലുള്ള മറുപടിയും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നേരത്തെ നിയാസ് മലബാറി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും യാതൊരു അക്ഷരവും ഷഹനാസ് മിണ്ടിയിട്ടില്ല. പകരം കടൽ തീരത്തെ കുമിളകളും ചായപ്പീടികയിലെ ഭക്ഷണവും ഒക്കെയായി ഷഹനാസ് അങ്ങനെ പോവുകയാണ്. ഈ പറഞ്ഞതൊക്കെ, അതായത് നിയാസ് മലബാറി പറഞ്ഞതൊക്കെ സത്യമാണ് എന്നോ അല്ലെങ്കിൽ
ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം താല്പര്യമില്ല എന്നോ എന്താണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. രണ്ടായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മൂലക്കിരുത്താൻ വേണ്ടി കുറെ പേർ ശ്രമിച്ചപ്പോൾ ഒന്നിലധികം രാഹുൽ മാങ്കൂട്ടം മറുഭാഗത്തു നിന്ന് ഉയർത്തെഴുന്നേക്കുന്നതാണ് കണ്ടുവരുന്നത്. ചുരുക്കം പറഞ്ഞ ഇതൊരു നല്ല ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മേൽ വന്നിട്ടുള്ള ആ കറ അത് കളഞ്ഞ് സംശുദ്ധനായി അവർക്ക് വരാൻ കഴിയും. ഒപ്പം തന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന ശേഷിയും ശേമുഷിയുമുള്ള ഒരു പറ്റം യുവാക്കളെയും യുവതികളെയും, അതായത് സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന കുറച്ച് നേതൃത്വത്തെയും സൃഷ്ടിക്കാൻ, കഴിവുള്ളവരെ സൃഷ്ടിക്കാൻ കൂടി ഈ സംഭവം ഉപയോഗപ്പെടുന്നുണ്ട്. Different angles. Don't forget to subscribe and support this channel.